നഗരസഭ 2025-26 വാർഷിക പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭ 2025-26 വാർഷിക പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം ചേർന്നു. യോഗത്തിൽ വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദമായ രീതിയിൽ ചർച്ച നടത്തി. തീരുമാനങ്ങളും കൈക്കൊണ്ടു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. ബാക്കി പണം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 75 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക്, സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ സ്ഥലം ഏറ്റെടുക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. സ്ഥല ഉടമകളുമായിട്ട് തന്നെ എഗ്രിമെൻറ്റുകൾ അടക്കം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലം ഏറ്റെടുക്കുകയും നമുക്ക് ഐ ടി ഐ കെട്ടിടം പണിയുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാം. അവിടെ സോയിൽ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് തന്നെ 1,67,000 രൂപയോളം കൊടുത്തുകൊണ്ട് തന്നെ അവിടെ സോയിൽ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആ മണ്ണ് ഐ ടി ഐ പണിയാനുള്ള പര്യാപ്തമാണെന്നാണ് ഇപ്പോൾ അവരുടെ അറിയിപ്പ് കിട്ടിയത്. പക്ഷേ എന്നാൽ നമുക്ക് പേപ്പറിലൊന്നും ഉത്തരവായിട്ടില്ല. അതും കിട്ടുമെന്നാണ് നമ്മളിപ്പോൾ ഏറ്റവും എളുപ്പം കിട്ടുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഐ ടി ഐ പണിതുകൊണ്ട് തന്നെ കായംകുളത്ത് 2 ട്രേഡുകളാണ് ഇപ്പം അധികമായിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പം നിലവിൽ 2 ട്രേഡാണ്. അപ്പോൾ 4 ട്രേഡായിട്ട് മാറും. അപ്പോൾ ഐ ടി ഐയും നമുക്ക് ആകാൻ പോവുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടാണ് കായംകുളം പട്ടണത്തെ നേരിടുന്നതാണ് നമുക്കൊരു ബസ് സ്റ്റാൻഡ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം. ബസ് സ്റ്റാൻഡിൻ്റെ പണി തുടങ്ങാനുള്ള അനുമതി ഗവൺമെൻറ് തന്നു കഴിഞ്ഞു. എൽമിക്സ് കോവലേഷൻ എന്ന് പറയുന്ന വ്യക്തി നമുക്കൊരു 35 സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് വിട്ടു തരികയും 30 സെൻറ്റ് സ്ഥലം അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശത്തിലും അതിനോടൊപ്പം തന്നെ നമുക്ക് റോഡ് വഴി സൗകര്യത്തിന് വേണ്ടിയുള്ള അനുമതി തന്നു കഴിഞ്ഞു. ആ 35 സെൻറ്റ് സ്ഥലം ഗവൺമെൻറ്റിലേക്ക് ഫ്രീ ആയിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ട് എഴുതി കൊടുത്തു കഴിയുമ്പോൾ അവർക്കൊരു ചെറിയ മാള് പണിയുന്നതിനുള്ള ചില ഇളവുകളുണ്ട്. ആ ഇളവുകൾ കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് അനുമതിക്കുള്ള എല്ലാ നടപടിക്രമവും പൂർത്തീകരിച്ച് ആ സ്ഥലം ഇപ്പം പാട്ടം തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തരാൻ കളക്ടറാണ് ഇതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും നടത്തേണ്ടത്. കളക്ടറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അളന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം നമുക്ക് ഉടനെ തന്നെ തുടങ്ങാൻ കഴിയും. പറയാതെ പോകാൻ പറ്റത്തില്ല. സമരം ഉണ്ടായിരുന്നു, പറയാതെ പോകാൻ പറ്റത്തില്ല അല്ലേ? ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പിന്നെ നമുക്ക് സ്ലോട്ട് ഹൗസും ഗ്യാസ് ക്രിമിറ്റോറിയമാണ്. അത് നമുക്ക് KORDFCയിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് തന്നെ ഗ്യാസ് ക്രിമിറ്റോറിയം സ്ലോട്ട് ഹൗസും പണിയാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ അത് രണ്ടും നമുക്ക് ചെയ്യാൻ കഴിയും. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി സ്വാഗതം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി സനിൽ വിഷയാവതരണം നടത്തി. വൈസ് ചെയർമാൻ ജെ ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കേശുനാഥ്, ഷാമില അനിമോൻ, LDF പാർലമെന്ററി പാർട്ടി നേതാവ് ഹരിലാൽ, കൗൺസിലർമാരായ നാദിർഷ, ഷെമിമോൾ, അമ്പിളി ഹരികുമാർ, ആർ ബിജു, വിജയശ്രീ, അഖിൽകുമാർ, സൂര്യ ബിജു, സുകുമാരി, ബിനു അശോകൻ, രഞ്ജിതം, ഷീബ ഷാനവാസ്, റെജി മാവനാൽ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.